ഹായ്, ഞാൻ ഡോക്ടർ വിശ. നമ്മൾ ഇരുന്നിട്ട് കൈ വെച്ച് ജോലി ചെയ്യുന്ന കാറ്റഗറി ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അക്കൗണ്ടൻസ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോഴും സ്ഥിരമായിട്ട് വളരെ കോമൺ ആയിട്ട് വരുന്നൊരു പ്രോബ്ലമാണ് നമ്മുടെ ഈ നെക്കിൻ്റെ ഈ പോർഷനിൽ എന്തൊരു വരുന്നത്. അതുപോലെ തന്നെ താഴോട്ട് നമ്മൾ നെക്ക് ഓഫ് നെക്ക് എന്ന് പറയുന്ന ഈ ഒരു ഷോൾഡറിൻ്റെ ഏരിയയിൽ വരുന്ന ഒരു പെയിനും ഒക്കെ സർവ്വസാധാരണമായിട്ട് വരുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഓടിപ്പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ ഒന്നും സാധ്യമല്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് രണ്ട് ടിപ്പ് പറഞ്ഞിട്ട് ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ബേസിക് സ്ട്രെച്ചിങ് ആണ്. നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുക, റൈറ്റ് സൈഡിലോട്ട്, ലെഫ്റ്റ് സൈഡിലോട്ട്. പക്ഷേ ഇത് നമ്മൾ ബേസിക് ആയിട്ട് പറയുന്നതാണ്. പക്ഷെ അത് ചെയ്യുന്നതിന് ഒരു ചെറിയൊരു രീതി വ്യത്യാസമുണ്ട്. നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ രണ്ട് കൈ കൊണ്ടും ഹെഡിന് താഴോട്ട് പുഷ് ചെയ്യണം. താടി മാക്സിമം താഴേക്ക് ടച്ച് ചെയ്യുന്ന രീതിക്ക് പുറകിൽ നമ്മൾ തല പുറകിൽ നിന്ന് വലിക്കുന്ന രീതിക്ക് നമ്മൾ ഇമാജിൻ ചെയ്യണം. അതുപോലെ ഇവിടെ നിന്ന് വലിക്കണം. ഒരു 10 സെക്കൻഡ്സ് എങ്കിലും ഹോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ട് നമ്മൾ വെൻഡ് ചെയ്യുമ്പോഴും നേരെ നമ്മുടെ ചെവി ഷോൾഡറിലോട്ട് ടച്ച് ചെയ്യാൻ നോക്കണം. അപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതാണോ നമ്മൾ റൈറ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് പതുക്കെ ഹെഡിനെ അങ്ങോട്ട് പുള്ള് ചെയ്യണം. ആ പുള്ള് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നുള്ള മസിൽസിൻ്റെ ആ ഒരു എൻഗേജ്മെൻറ്റ് മനസ്സിലാവും. ഒരു 10 സെക്കൻഡ്സ് അത് ഹോൾഡ് ചെയ്യുക. സെയിം വേ നമുക്ക് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇത് ചെയ്യുക. ഒരു 30 സെക്കൻഡ്സ് നമുക്കപ്പം ഇത് ചെയ്യാൻ പറ്റും. അതിനുശേഷം ചെയ്യേണ്ടത്, ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് പെയിൻ എങ്കിൽ റൈറ്റ് ഹാൻഡ് ഫ്രണ്ടിലേക്ക് നിവർത്തുക. അതിനുശേഷം നമ്മുടെ ഈ ഷോൾഡർ ലെവലിലാണ് നിവർത്തേണ്ടത്. അങ്ങനെ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ഡിപ്പ് ചെയ്യുക. ഹാൻഡ് മൊത്തത്തിലല്ല താഴ്ത്തേണ്ടത്, ഷോൾഡർ ഒന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം എൽബോ ഒരു 90 ഡിഗ്രി ഒന്ന് ബെൻഡ് ചെയ്യുക. ഇതേ എൽബോയെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാക്സിമം പിടിക്കുക. അതിനുശേഷം അതേ സൈഡിലോട്ട് തന്നെ നമ്മുടെ ഹെഡും തിരിച്ചു കൊടുക്കുക. ആ ഹെഡ് തിരിക്കുമ്പോൾ ഈ ഒരു ഏരിയയിലുള്ള മസിൽസ് എൻഗേജ്ഡ് ആയിട്ട് വരുന്നത് നമുക്ക് മനസ്സിലാകും. അപ്പം വേണമെങ്കിൽ ഹെഡിന് ചെറിയൊരു ടിൽറ്റിങ്, ഒരു ശകല ഫ്രണ്ടിലോട്ടോ അല്ലെങ്കിൽ ശകല ഒരു ബാക്കിലോട്ടോ ചെറിയൊരു ടിൽറ്റിങ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ ഉള്ള ഒരു എൻഗേജിങ് നമുക്ക് മനസ്സിലാവും. എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ്സ് അതങ്ങനെ ഹോൾഡ് ചെയ്യുക. ഏത് സൈഡിലാണോ പെയിൻ ഉള്ളത് ആ സൈഡിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ജോലി സ്ഥലത്ത് വെച്ചുണ്ടാകുന്ന പെയിനുകൾക്ക് നമുക്ക് ഇങ്ങനെ ഒരു റെമഡി നോക്കാൻ പറ്റും. പ്ലസ് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് എക്സസൈസ് ആയിട്ട് നമുക്കത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും.